ഹലോ, ഇന്നൊരു കിടുക്കാച്ചി ചെമ്മീൻ അച്ചാറുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാൻ രമ ഫായ്, റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ്, ജെസീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ പിന്നെ നമുക്ക് സമയം ഒട്ടും കളയണ്ട, നമുക്ക് അച്ചാറുണ്ടാക്കാൻ പോകാം. ഇത് 6 കിലോ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തതാണ്. അതിൻ്റെ ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള അഴുക്കെല്ലാം മാറ്റി വൃത്തിയായിട്ട് വലിയ ചെമ്മീനായതുകൊണ്ട് ഞാനത് രണ്ടാക്കി കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിലേക്ക് മസാല ചേർത്ത് നമുക്ക് ഒരു അരമണിക്കൂർ നേരം മാഗ്നറ്റൈസ് ചെയ്ത് വയ്ക്കാം. ഇത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി 2 ടീസ്പൂൺ, സാധാ മുളക് പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കൂടാതെ കറിവേപ്പില ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കുറച്ച് ചേർക്കാം. അപ്പോൾ നല്ല ഒരു മണം കിട്ടും. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് സ്പൂൺ കൊണ്ട് ചെയ്യരുത്, മസാല എല്ലാം പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൈകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. നനവ് കുറവാണെന്നുണ്ടെങ്കിൽ സ്വല്പം വിനാഗിരി ചേർക്കാം, വെള്ളം ചേർക്കരുത്. ഇതിപ്പോൾ കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ ഞാൻ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇത് ഉപ്പും മുളകും എരിവും ഒക്കെ പിടിക്കാൻ വേണ്ടി നമുക്ക് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടിയുള്ള കൂട്ട് തയ്യാറാക്കാം. അതിലേക്ക് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അച്ചാർ കേടുകൂടാതെ കൂടുതൽ നാൾ നിലനിൽക്കണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് സ്വർണ്ണം നല്ലെണ്ണയാണ്. 1 ലിറ്റർ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ എണ്ണ തന്നെ നമുക്ക് മീൻ വറുക്കുന്നതിനും ഉപയോഗിക്കാം. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ചേരുവകളും വറുത്ത് കോരാം. ആദ്യം വെളുത്തുള്ളി തന്നെ വറുക്കാം. അച്ചാറിന് ഉപയോഗിക്കുന്ന ചട്ടി ഒരിക്കലും അലൂമിനിയം ചട്ടിയോ ഇരുമ്പിൻ്റെ ചട്ടിയോ അച്ചാറിന് ഉപയോഗിക്കരുത്. കാരണം അച്ചാറിൽ ഏത് അച്ചാറായാലും നമുക്ക് വിനാഗിരി ചേർക്കേണ്ടതുണ്ട്. വിനാഗിരി ചേർക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അച്ചാറിന് ഉപയോഗിക്കുന്ന ചട്ടി എന്ന് പറയുന്നത് ഒന്നീ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളോ വേണം ഉപയോഗിക്കാൻ. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് നിറം വീണ് ഇനി അടുത്തതായിട്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചി കൊടുക്കാം. ഇഞ്ചി ഇത്രയും മതിയാകും. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളകിടാം. മുളകിടുമ്പോൾ ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി അകലം പാലിക്കുന്നത് നല്ലതാണ്. പച്ചമുളക് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇടുമ്പോൾ നമ്മൾ കുറച്ച് ദൂരെ മാറി നിൽക്കുന്ന നല്ലതാണ്. ചിലപ്പോൾ ഒന്ന് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകാം. കറിവേപ്പില എത്ര ചേർത്താലും നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ്. ഈ വെളുത്തുള്ളി ഒരു ഗോതമ്പിൻ്റെ നിറമാവുന്ന നേരം നമുക്കിത് കോരിയെടുക്കാം. കോരി നമുക്ക് ഒരു ബൗളിലോട്ട് വയ്ക്കാം. തീ ഒന്ന് കുറച്ച് കൊടുക്കാം.
അപ്പോൾ അരമണിക്കൂറായി. നമുക്ക് നമ്മുടെ മീനൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ മീനെ നമുക്ക് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. എണ്ണയിലേക്ക്, ചൂടായ എണ്ണയാണ്, നല്ല തിളച്ച എണ്ണയിലേക്ക് ഒഴിച്ചെടുക്കും. എണ്ണയിലേക്ക് മീനിട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇത് ഇളക്കരുത്. അതിന് ശേഷം മാത്രമേ ഇളക്കാവൂ. ഇതിലുള്ള മസാല അങ്ങ് എണ്ണയിലാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ചെറുതായിട്ട് കൊഞ്ചൊന്ന് ഇളക്കിയിട്ടു. അങ്ങനെ നമ്മൾ തൊടാതെ ഇട്ടിരുന്നുകൊണ്ട് അതിലെ മസാല എല്ലാം അതിലുണ്ട്. മസാല ഒന്നും തന്നെ എങ്ങും പോയിട്ടില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് നേരമാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. എപ്പോഴും ഇളക്കേണ്ട കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ അങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. മസാല ഒന്നും തന്നെ പോയിട്ടില്ല. കുറച്ചുകൂടെ മുരിയാനുണ്ട്. നമ്മുടെ ചെമ്മീൻ അങ്ങനെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്കിവ കോരി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. എണ്ണ മാറിയിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. നമ്മുടെ എണ്ണ തിളച്ചു. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചെമ്മീൻ മുഴുവനും ഫ്രൈ ആക്കിയെടുക്കാം. അടുത്ത സെറ്റ് ചെമ്മീനും നന്നായി ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കവയും കോരി നല്ല ഉണങ്ങിയ ഒരു പാത്രത്തിലോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം അടിപൊളിയാക്കി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് അച്ചാറാക്കാം. നമ്മുടെ ചേരുവകളെല്ലാം ശരിയായി. ഇനി നമുക്ക് അച്ചാറ് മിക്സ് ചെയ്യാം. ഒരു ചട്ടിയിൽ കുറച്ച് സ്വർണ്ണ നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ഉപയോഗിച്ചാൽ അച്ചാർ കേടുകൂടാതെ 6 മാസം 1 വർഷം വരെ ഇരിക്കും. മറ്റ് എണ്ണകളായാൽ അത്ര നാൾ നിൽക്കത്തില്ല. എണ്ണ നന്നായി ചൂടായി. ഇനി തീ അല്പം കുറയ്ക്കണം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 2 ടീസ്പൂൺ കടുക് നമുക്ക് അച്ചാറുകൾ ഏത് അച്ചാറിനും കടുക് എത്ര ചേർത്താലും നല്ലതാണ്. ഇതിലേക്ക് കുറച്ച് നല്ല നാടൻ കറിവേപ്പില. കടുകെല്ലാം പൊട്ടി സെറ്റായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ആവശ്യത്തിന് വറ്റൽമുളക് ഇടാം. വറ്റൽമുളകിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2
മിനിറ്റ് കഴിഞ്ഞ് ശേഷം നമുക്ക് ഈ പൊടികളെല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് സാദാ മുളക് പൊടിയാണ്. ഇത് 2 ടേബിൾ സ്പൂൺ ഇടാം. കാശ്മീരി മുളക് പൊടിയാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ഇടാം. കാശ്മീരി മുളക് പൊടി ചേർത്താൽ നല്ല ഒരു നിറം കിട്ടും. 1/2 ടീസ്പൂൺ കായപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. ഉലുവ നമ്മൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി 1/2 ടീസ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. 2 ടീസ്പൂൺ നന്നായി പൊടിച്ച കുരുമുളക് പൊടി. കുരുമുളക് പൊടി എത്ര ചേർത്താലും അച്ചാറിന് ടേസ്റ്റാണ്. ഇതിൻ്റെ പച്ചിപ്പ് മാറാനാണ്. പൊടികൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഇല്ലാതെയാണ് നമ്മളിത് മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർക്കാം. ഇവിടെ ഒരു കപ്പ് വിനാഗിരിയാണ് ചേർക്കുന്നത്. വിനാഗിരി വന്നതിന് ശേഷം നമ്മളെ മിക്സ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. നന്നായി ഇളക്കണം, നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത ചെമ്മീൻ തട്ടാം. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്ത ബാലൻസ് എണ്ണ കൂടി ചേർക്കണം. ഈ എണ്ണയ്ക്കകത്താണ് ഈ ചെമ്മീൻ്റെ ഫുൾ സത്തും ഉള്ളത്. അത് മുഴുവനും നമുക്ക് ഇതിനകത്ത് ചേർക്കാം. നമ്മുടെ മസാല ഒന്നും തന്നെ കരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് പൂർണ്ണമായി ഇത് നമുക്ക് ഇതിനകത്ത് ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതുകൊണ്ടാണ് ഈ മസാല കരിയാതെ നമുക്ക് കിട്ടിയത്. ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കണം. നമുക്ക് ഇതിനകത്ത് ഇനി ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. കാരണം വിനാഗിരി ചേർത്തതിന് ശേഷം ഉപ്പിന് വല്ലതും ചേർക്കണോ വേണമോ എന്നൊന്ന് നോക്കാനുണ്ട്. റെഡിയായി വരുന്നുണ്ട്. ആ ഒരു നിറം, മണം, അസാധ്യ മണമാണ്. ഈ ചെമ്മീൻ അച്ചാറിൻ്റെ ഒരു 2 കഷണം, 2 പീസും നല്ല കുത്തരിച്ചോറും കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വെക്കണം. അച്ചാറുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളെന്ന് പറയുന്നത്, അച്ചാർ നന്നായിട്ട് തണുത്ത ശേഷം നല്ല വൃത്തിയായി കഴുകി ഉണക്കിയ ബോട്ടിലുകളിൽ ശേഖരിക്കണം. അതുപോലെ ഈ അച്ചാർ മുഴുവനായിട്ട് ഒരു ബോട്ടിൽ ശേഖരിക്കരുത്, ചെറിയ ബോട്ടിലുകളിൽ ശേഖരിക്കണം. അതുപോലെ ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം, 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് അച്ചാറാകത്തുള്ളൂ. അതുവരെ നമ്മളിത് വെളിയിൽ തന്നെ സൂക്ഷിക്കണം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവർ 2-3 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാവൂ. ഇങ്ങനെ ടൈറ്റായിട്ടുള്ള ബോട്ടിലുകളിൽ ശേഖരിച്ച് വെച്ചാൽ ഇത് ഒരു 6 മാസം വരെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ചെമ്മീൻ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കണം. ഇതിന് ഒരു വിപണന സാധ്യത കൂടിയുണ്ട്. ചെമ്മീൻ അച്ചാർ ഇന്ന് ഏറെ പ്രിയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൊഴിലില്ലാതെ നിൽക്കുന്നവർക്ക് ഇതിന് നല്ലൊരു വിപണന സാധ്യത കൂടിയാണ്. അത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ നമുക്ക് ഇത് വിൽക്കാവുന്നതുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒപ്പം നിങ്ങളെല്ലാവരും അച്ചാർ ഉണ്ടാക്കിക്കണം. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.